അതെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കറേറ്റർ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ. നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഗ്രീൻ പല കളറിലുണ്ട്. അപ്പോൾ അതിനതെ ഈ ഒരു ലെങ്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു ഫുൾ ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ 2-3 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്മോളായിട്ട് ഇങ്ങനെ എന്താ പറയുക കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് നമ്മളുടെ ഒരു ചെറിയ ഗ്യാപ്പിൽ കട്ട് ചെയ്ത് അത് നമ്മളെടുക്കുന്ന നമുക്ക് എത്രത്തോളം നമുക്ക് വലിപ്പം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കതിൻ്റെ എണ്ണം കൂടുതൽ വേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 2 ഷീറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. ആ ലെങ്ത് ശരിക്കും ഒരു A4 സൈസ് പേപ്പറിൻ്റെ അത്രയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ, നമുക്ക് ചെയ്തെടുക്കാം. കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ ഒരു ചാർട്ട് പേപ്പർ 2 പീസ് ഒരുമിച്ച് വെച്ച് ഈ ഒരു ലെങ്തിൽ ഞാൻ ഒട്ടിച്ചെടുത്തു. ഒരു 2 പീസ് ഒരുമിച്ച് അങ്ങ് വയ്ക്കുക, കാരണം കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കണം. അപ്പോൾ ഒന്ന് തീരെ മടങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 2 പീസ് ഒരുമിച്ച് വെച്ച് പേസ്റ്റ് ചെയ്തിട്ട് ഒരേ ലെങ്തിലാക്കി എടുത്തു. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഒരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് അതിനൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഗമ്മായാലും എന്തായാലും മതി എന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമുക്ക് ഒരു നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് തിക്നെസ് ഉള്ള കമ്പി ഉണ്ടാവും, അതായാലും മതി. മെറ്റാലിക് വയറുണ്ടെങ്കിൽ അതായാലും വെച്ച് ഒരു 2-3 ഒരുമിച്ചെടുത്ത് ടെസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിലൊത്തിരി ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കുക. ഗ്യാപ്പ് വരാതിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി അതിൻ്റെ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ പല കളറിൽ ചെയ്തെടുക്കുന്ന ഒത്തിരി ഭംഗിയാണ് കേട്ടോ. എപ്പോഴും മലയും വളയൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രീയിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇതുപോലെ ഫുള്ള് നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കണം. കണ്ടോ, ഒത്തിരി ഗ്യാപ്പ് വരാതെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നോക്കിയേ, ഇതുപോലെ ഇങ്ങനെ ചുറ്റി എടുത്താൽ മാത്രം മതി. ഇനി അടുത്ത് ഞാനിത് ഫുള്ളായിട്ട് കാണിക്കാൻ കാരണം ഇതുപോലെ നമ്മൾ ചെയ്ത് വരുമ്പോൾ പകുതി ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നറിയാവോ, അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അത് ആ ഒരു ഇത് തീരും. അപ്പോൾ അതിനൊന്ന് ഒട്ടിച്ചിട്ട് അടുത്തത് ഇതുപോലെ വയ്ക്കുക. വീണ്ടും അടുത്തത് പേസ്റ്റ് ചെയ്യുക. ഒരു 2 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് വീണ്ടും അതിന് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം എല്ലാം ഇതുപോലെ ഒരു ലെങ്തിൽ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഏകദേശം എനിക്ക് 2 ഷീറ്റിലായിട്ട് 2 ലെയറല്ല, ഒരു 3 ലെയർ 2 ലെയർ വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും നമ്മളുടെ ലെങ്തിനനുസരിച്ച് അത് കൂടുതൽ വരുമ്പോൾ കൂടുതൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരുമിച്ച് നിർത്തുക. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ച് പേസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നിർത്തുക. കണ്ടല്ലോ. ഇനി ഇതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് ഞാൻ ഫുൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്, വൈറ്റ് ബീഡ്സ്. ആ റെഡിൽ വൈറ്റ് ബീഡ്സും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറച്ച് വയ്ക്കണമെന്നില്ല. അല്ല എങ്കിൽ ഈ ബീഡ്സ് ഇല്ല എങ്കിൽ നമ്മുടെ തെർമോക്കോളിൻ്റെ ആ വൈറ്റ് കളർ ഇതുണ്ടല്ലോ, തെർമോക്കോൾ, അതിന് പറയുന്ന ഒരു പേരാണ്, ഞാൻ മറന്നുപോയി. അതിങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു മഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കും. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. തെർമോക്കോളിൻ്റെ കുഞ്ഞ് ബോൾസ് കിട്ടും നമുക്ക്, അതിങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇത് ഈ ഒരു പോർഷനിൽ മാത്രമല്ല, നമ്മുടെ അപ്പുറത്തെ സൈഡും ഈ ഇടയിലൊക്കെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതല്ലേ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ആകുമ്പോഴും ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ സെൻറ്ററിലും, ഇപ്പം നമ്മളൊരു സൈഡാണ് ചെയ്തത്, ഇത് അടുത്ത സൈഡും സെൻറ്ററിലൊക്കെ നമ്മൾ നിറച്ചത് കൊടുക്കുമ്പോൾ എത്രത്തോളം ആ ബീഡ്സൊക്കെ വയ്ക്കുമോ അത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി കൂടും. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒത്തിരി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. ഇതൊക്കെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടണം. കാരണം കണ്ടോ, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമല്ല, ഫുള്ളും കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇതും ഗ്ലിറ്റർ ഷീറ്റ് തന്നെയാണ്. അത് ഞാൻ ഗോൾഡൻ കളർ എടുത്തു. ഒരു ബോ ചെയ്യാനായിട്ട് മേളിൽ ജസ്റ്റ് അതിനൊന്ന് കട്ട് ചെയ്ത് ഒരു സ്ക്വയറോ റെക്റ്റാങ്കുലർ ഷേപ്പിലോ ഒക്കെ ആക്കുക. ഒരു ബോയ്ക്ക് മടക്കുന്നത് പോലെ, നമ്മൾ ഹെയർ ബോ ചെയ്യത്തില്ലേ, അതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മടക്കിയെടുത്ത് അതിന് സെൻറ്റർ ഒന്ന് ടൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ടൈ ചെയ്യുക.
ഞാൻ പിന്നെ ഈ ഗ്ലിറ്റർ ഷീറ്റ് നമുക്ക് പലതരത്തിൽ കിട്ടും. പുറകിൽ നമുക്ക് ഇതേപോലെ ഗ്ലൂ വരുന്ന ടൈപ്പ് ഉണ്ട്, അത് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കവർ ചെയ്യാനൊക്കെ എളുപ്പമാണ്, നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതിന് പകരം ഒട്ടിക്കാനൊക്കെ എളുപ്പമാണ്. ഞാൻ റെഡ് അതല്ല എടുത്തിരിക്കുന്നത്, ഗോൾഡൻ ആണ് കേട്ടോ അതെടുത്തത്. ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ പ്ലെയിനാണ് മേടിച്ച്, പിന്നെ ഒരിക്കൽ മേടിച്ചപ്പോൾ ഈ ഗ്ലൂ ഉള്ളതാണ് കിട്ടിയത്. അടുത്ത് ഇതുപോലൊരു ഗോൾഡൻ ഷീറ്റ് ഈ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗിയർ വയറാണ്. ഗിയർ വയറല്ല, കാരണം നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ നമുക്കത് ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരിത് വേണ്ടേ. നമ്മുടെ കയ്യിൽ നമ്മുടെ സാധാരണ ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ല എങ്കിൽ നമ്മളുടെ സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ, കുഞ്ഞ് റിബൺ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതുപോലെ ഒന്ന് ടൈ ചെയ്യുക, ഒരു കുറച്ച് ലെങ്ത് വെച്ചിട്ട് എഡ്ജ് ഒന്ന് ടൈ ചെയ്തെടുക്കുക. എന്നിട്ട് ധ്യാനം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് ആ മേളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ലേ, ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് കിട്ടും. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ട്രീയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ മേളിലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അത് വേണ്ട ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വലിപ്പം മതിയാവും, ഒത്തിരി വലിപ്പം വേണ്ട. അപ്പോൾ ബാലൻസ് ഉള്ളത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ ആ സെൻറ്ററിലേക്കുള്ളത് അറ്റാച്ച്മെൻറ്റ് കട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കി കട്ട് ചെയ്ത് അങ്ങ് മാറ്റുക. ഇനി അടുത്തത് വളരെ എളുപ്പം, എന്താ പറയുക, വേറെ ഒന്നുമില്ല, നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതൊരു സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോയും വെച്ചു, അത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഫിക്സായി. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിലേക്ക് കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം കുറച്ചുകൂടെ അതുകൂടെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും. ഇനി നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ ബെൽസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, ബെല്ലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, സ്റ്റാർ ഉണ്ടെങ്കിൽ സെൻറ്ററിൽ ഒരു സ്റ്റാർ കണക്ട് ചെയ്ത് കൊടുക്കാം, എന്ത് വേണം നമുക്ക് കൊടുക്കാം. അതിൽ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പല സൈഡിലായിട്ട് ഞാൻ ആ ഒരു റൗണ്ടിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന സൈഡിലേക്ക് ഗോൾഡൻ ബീഡ്സ്, ഒരു കറക്റ്റ് ഗോൾഡല്ല, ഞാൻ ഒരു മെറ്റാലിക് കളറാണ് കൊടുത്തിരിക്കുന്നത്, മെറ്റാലിക് ഗോൾഡില്ലേ ആ ഒരു കളർ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് ആ ഒരു സർക്കിൾ ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അവർ റെഡ് വൈറ്റ് ഗോൾഡ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കറേറ്റിംഗ് ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ വലുത് അത്യാവശ്യം കുറച്ചുകൂടെ വലിപ്പത്തിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറിലും പല കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാൾസിൽ ഹാങ് ചെയ്ത് വയ്ക്കാം. കുറച്ചുകൂടെ വലിപ്പം വേണം, എന്നാലേ അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? അപ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക ഡെക്കറേറ്റിംഗ് ഐറ്റം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്, കാരണം ഒത്തിരി അക്സസറീസ് ഒന്നും വേണ്ട. നമുക്കൊരു ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം, വളരെ ഭംഗിയാണ്. അപ്പോൾ